ലേവ്യ പുസ്തകം അധ്യായം 4. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേൽ മക്കളോട് പറയുക, ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തെയും ആരെങ്കിലും ലംഘിച്ച് വല്ലതും ചെയ്തു എന്നിരിക്കട്ടെ, അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ ദൈവത്തിന് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം. അവൻ ആ കാളക്കിടാവിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ചു ദൈവസന്നിധിയിൽ കാളയെ അറുക്കണം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ എടുത്ത് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി ദൈവസന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. പുരോഹിതൻ രക്തം കുറെ ദൈവസന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധവർഗ ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം. കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ഉള്ള ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. പാപയാഗത്തിനുള്ള കാളയുടെ സകല മേധസ്സും, കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും, കുടലിന്മേലുള്ള സകല മേധസ്സും അതിൽ നിന്ന് മാറ്റണം. മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡങ്ങളോടുകൂടെ കരളിന്മേലുള്ള നെയ്വലയും അവൻ എടുത്ത് സമാധാനയാഗത്തിനുള്ള കാളയിൽ നിന്ന് എടുത്തതുപോലെ തന്നെ പുരോഹിതൻ ഹോമയാഗപീഠത്തിന്മേൽ അത് ദഹിപ്പിക്കണം. കാളയുടെ തോലും മാംസം മുഴുവനും, തലയും കാലുകളും കുടലും ചാണകവുമായി കാളയെ മുഴുവനും അവൻ പാളയത്തിൽ നിന്ന് പുറത്ത് ചാരമിടുന്ന വെടിപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകടുക്കി തീയിട്ട് ചുട്ടുകളയണം. ചാരം ഇരുന്നിടത്ത് വച്ചു തന്നെ അത് ദഹിപ്പിക്കണം. ഇസ്രായേൽ സഭ മുഴുവനും ലംഘനം ചെയ്യുകയും ആ കാര്യം സഭ അറിയാതിരിക്കുകയും ദൈവകൽപ്പനകളിൽ ഒന്നെങ്കിലും ചെയ്യാതിരിക്കുകയും അവർ കുറ്റക്കാരായി തീരുകയും ചെയ്താൽ, അവർ ചെയ്ത പാപം അറിയുകയും ചെയ്യുമ്പോൾ സഭ കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം. സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ അതിനെ കൊണ്ടുവന്നിട്ട് സഭയിലെ മൂപ്പന്മാർ ദൈവസന്നിധിയിൽ കാളയുടെ തലയിൽ കൈവച്ചിട്ട് ദൈവസന്നിധിയിൽ കാളയെ അറുക്കണം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി ദൈവസന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. അവൻ സമാഗമന കൂടാരത്തിൽ ദൈവസന്നിധിയിലുള്ള പീഠത്തിൻ്റെ കൊമ്പുകളിൽ കുറെ പുരട്ടണം. ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിൻ്റെ മേധസ്സും ഒക്കെയും അവൻ അതിൽ നിന്ന് എടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. പാപയാഗത്തിനുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയെയും ചെയ്യണം. അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം. ഇങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവരോട്
ക്ഷമിക്കപ്പെടും. പിന്നെ അവൻ കാളയെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി മുമ്പ് കാളയെ ചുട്ടുകളഞ്ഞതുപോലെ ഇതിനെയും ചുട്ടുകളയണം. ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള പാപയാഗമാകുന്നു. ഒരു പ്രധാനി പാപം ചെയ്യുകയും ചെയ്യരുതെന്ന് തൻ്റെ ദൈവം കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യവും ലംഘിച്ച് കുറ്റക്കാരനായി തീരുകയും ചെയ്താൽ അവൻ ചെയ്ത പാപം അവന് ബോധ്യമാകുമ്പോൾ അവൻ ഊനമില്ലാത്ത ഒരു ആൺകോലാടിനെ വഴിപാടായി കൊണ്ടുവരണം. അവൻ ആടിൻ്റെ തലയിൽ കൈവച്ച് ദൈവസന്നിധിയിൽ ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറുക്കണം. അത് ഒരു പാപയാഗം. പിന്നെ പുരോഹിതൻ പാപയാഗത്തിൻ്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ബാക്കി രക്തം ഹോമയാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിൻ്റെ മേധസ് മുഴുവനും അവൻ സമാധാനയാഗത്തിൻ്റെ മേധസ് പോലെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവൻ്റെ പാപം നിമിത്തം അവനു വേണ്ടി പരിഹാരം നടത്തുന്നു. എന്നാൽ അത് അവനോട് ക്ഷമിക്കപ്പെടും. ദേശത്തുള്ള ജനത്തിൽ ഒരുവൻ ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ തെറ്റ് ചെയ്ത് കുറ്റക്കാരനായി തീർന്നാൽ പാപം അവന് ബോധ്യമാകുമ്പോൾ അവൻ ചെയ്ത പാപം നിമിത്തം ഊനമില്ലാത്ത ഒരു പെൺകോലാടിനെ കാഴ്ചയായി കൊണ്ടുവരണം. പാപയാഗമൃഗത്തിൻ്റെ തലയിൽ അവൻ കൈവച്ചിട്ട് ഹോമയാഗം അറുക്കുന്ന സ്ഥലത്ത് വെച്ച് പാപയാഗമൃഗത്തെ അറുക്കണം. പുരോഹിതൻ അതിൻ്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ തളിക്കണം. ബാക്കിയുള്ള രക്തം മുഴുവൻ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിൻ്റെ മേധസ്സും സമാധാനയാഗത്തിൽ നിന്ന് മേധസ് എടുക്കുന്നത് പോലെ എടുത്തു പുരോഹിതൻ യാഗപീഠത്തിന്മേൽ ദൈവത്തിന് സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ അവനു വേണ്ടി പരിഹാരം നടത്തണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കപ്പെടും. അവൻ പാപയാഗമായി ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നുവെങ്കിൽ ഊനമില്ലാത്ത പെണ്ണാടിനെ കൊണ്ടുവരണം. പാപയാഗമൃഗത്തിൻ്റെ തലയിൽ അവൻ കൈവച്ച് ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാപയാഗമായി അറുക്കണം. പുരോഹിതൻ പാപയാഗത്തിൻ്റെ രക്തം വിരൽ കൊണ്ട് കുറെ എടുത്ത് ഹോമയാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ തളിച്ച് ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിൻ്റെ മേധസ്സും സമാധാനയാഗത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയുടെ മേധസ്സും എടുക്കുന്നത് പോലെ അവൻ എടുക്കണം. പുരോഹിതൻ യാഗപീഠത്തിന്മേൽ ദൈവത്തിൻ്റെ ദഹനയാഗങ്ങളെ പോലെ അവയെ ദഹിപ്പിക്കണം. അവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ ഇങ്ങനെ പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവനോട് ക്ഷമിക്കപ്പെടും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.